ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ EVS സബ്ജക്റ്റിൽ വരുന്ന 7ാമത്തെ പാഠമാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് നോ ദി ഡയറക്ഷൻസ് നോ അവർ ഹോംലാൻഡ് എന്നാണ്. 4ാം ക്ലാസ്സിൻ്റെ മറ്റു സബ്ജക്റ്റിലുള്ള വീഡിയോസും ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അത് കാണേണ്ടവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 4 നോക്കിയാൽ കാണാവുന്നതാണ്. സോ നമുക്ക് ഇവിടെ ഈ ഒരു പാഠഭാഗം നോക്കാം. ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഡയറക്ഷൻസ്, ദിശകളെ കുറിച്ചിട്ടാണ്. ഇവിടെ ആദ്യത്തെ പേജിൽ തന്നെ നോക്കിക്കേ, ഒരു അമ്മയും ഒരു കുട്ടിയും സൈക്കിളിൽ പോകുന്നുണ്ട്. എന്നിട്ട് അമ്മ മകളോട് പറയാണ്, ഐ തിങ്ക് വി ഹാവ് ലോസ്റ്റ് അവർ വേ. നമ്മൾക്ക് വഴി തെറ്റി എന്നാണ് തോന്നുന്നത്. മോള് പറയാണ്, ഷാൾ വി ചെക്ക് ദി GPS മാം, നമുക്ക് GPS നോക്കിയാലോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പേരൻസിൻ്റെ കൂടെയൊക്കെ ഇങ്ങോട്ടോ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ വഴി തെറ്റാതിരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴി അറിയില്ലെങ്കിലൊക്കെ നിങ്ങൾ ഫോണിൽ GPS ഓണാക്കിയിട്ട് മാപ്പ് ഇട്ടിട്ട് പോവലുണ്ടല്ലേ. സോ ഇവിടെയും മോള് പറയാണ്, വഴി തെറ്റി നോക്കുമ്പോൾ നമുക്ക് GPS ഓണാക്കിയാലോ, മാപ്പ് നോക്കി പോയാലോ എന്ന്. അറിയാവുന്ന കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ GPS എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾക്ക് എവിടേക്കാണ് നമ്മുടെ ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് ദിശകൾ, ഡയറക്ഷൻസ് മനസ്സിലാവാനും വഴികൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GPS ഓൺ ആക്കിയിട്ട് അതിൽ എന്താണ് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് നമുക്ക് കാണിച്ചു തരും. സോ അതനുസരിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GPS ഉപയോഗിക്കുന്നത്. പിക്ചറിൽ മുകളിൽ ഭാഗത്ത് നിങ്ങൾക്ക് GPS ഓൺ ആക്കിയിട്ട് അതിൻ്റെ ഒരു മാപ്പിൻ്റെ ഒരു ഫോട്ടോ തന്നിട്ട് നിങ്ങളുടെ ഫോണിലൊക്കെ GPS-ൻ്റെ ആപ്പ് ഉണ്ടാവുന്നതാണ്. സോ നിങ്ങൾക്ക് അതൊന്ന് ഓൺ ആക്കി ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കാവുന്നതാണ്. GPS-ൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ബോക്സിൽ GPS എന്താണ് അതിനുള്ള ഒരു ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണ്? അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, യൂസേഴ്സിന് എന്ത് കൊടുക്കും? ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യും. എന്തിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷനാണ് GPS പ്രൊവൈഡ് ചെയ്യുന്നത്? ലൊക്കേഷൻ, സ്ഥലങ്ങളെക്കുറിച്ചും നമ്മൾ എവിടെയാണുള്ളതും എങ്ങോട്ടാണ് നമുക്ക് പോവേണ്ടത് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചും പിന്നെ സമയത്തെക്കുറിച്ചും ടൈമിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് GPS നൽകുന്നത്. ഇനി നിങ്ങളടുത്ത് താഴെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു GPS വരുന്നതിന് മുൻപേ നമ്മൾ എങ്ങനെയായിരുന്നു വഴികളൊക്കെ കണ്ടുപിടിച്ചിരുന്നത്? നമുക്കറിയാത്ത വഴിയിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ വഴികൾ കണ്ടുപിടിച്ചിരുന്നത് എന്നാണ് ചോദിച്ചത്. പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ബൈ ആസ്കിങ് അതേഴ്സ്. നമ്മൾ പറയും, നമുക്കറിയാത്ത വഴിയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയില്ലേ ചോദിച്ച് അങ്ങ് പോവാന്ന്. സോ ബൈ ആസ്കിങ് അതേഴ്സ്, GPS-ൻ്റെ മുൻപേ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡായിരുന്നു ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് വഴിയൊക്കെ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ സ്ഥലത്തിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് പോവുക. ഇനി നമ്മളെടുത്ത് 2 പോയിന്റ്സ് എക്സ്ട്രാ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതാം ഫോളോയിങ് റോഡ് സൈൻസ്. റോഡിലൊക്കെ നിങ്ങൾ കാണാറില്ലേ സ്ഥലത്തിൻ്റെ പേരും എങ്ങോട്ടാണ് തിരിയേണ്ടതെന്നുള്ള ഹേരോസൊക്കെ നമ്മൾ കാണാറുണ്ട്. സോ ആ ഒരു റോഡിലുള്ള സൈൻസൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു നമുക്ക് പോവാറ്. ഇനി വേറൊന്ന് എഴുതാം, യൂസിങ് പേപ്പർ മാപ്സ്. നമ്മളിപ്പോൾ ഉള്ളത് ഗൂഗിൾ മാപ്സ് ഒക്കെ ഫോണിലാണ്. അതുപോലെ ഈ മാപ്പുകൾ എന്താണ് നമ്മുടെ കയ്യിൽ പേപ്പറിലുണ്ടാവും. അത് ഉപയോഗിച്ചിട്ടും പോവാറുണ്ടായിരുന്നു. സോ നമ്മൾ ഇത്രയും പോയിന്റ്സ് എഴുതി കൊടുക്കുക. ഇനി താഴെ ബോക്സിൽ എന്താ പറയുന്നത് നോക്കിക്കേ. ഒരു പുതിയ സിസ്റ്റം, ഈ ഒരു മോഡേൺ സിസ്റ്റം വരുന്നതിന് മുൻപേ നമ്മൾ ഡയറക്ഷൻസ്, ദിശകളെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. അതനുസരിച്ചാണ് നമ്മൾ വഴികളും നമ്മൾ പോവേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിരുന്നത്. നമുക്ക് 4 ഡയറക്ഷൻസ് ആണ് വരുന്നത്. നിങ്ങൾക്കറിയോ അത് ഏതൊക്കെയാണെന്ന്? നമുക്ക് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നിങ്ങനെയുള്ള 4 ഡയറക്ഷൻസ് ആണ് വരുന്നത്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. 4 ഡയറക്ഷൻസും നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഈ 4 ഡയറക്ഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. രാവിലെ സൂര്യന് റൈസ് ചെയ്യുന്നത്, ഉദിക്കുന്നത് ഏത് ഡയറക്ഷൻ, ഏത് ദിശയിലാണ് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നത് കാണാം അല്ലേ? അത് ഏത് ഡയറക്ഷൻ ആണെന്ന് ചോദിച്ചാൽ അത് ഈസ്റ്റ് ആണ്. സൂര്യന് റൈസ് ചെയ്യുക, ഉദിക്കുക ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പം സൂര്യൻ അങ്ങനെ താഴ്ന്ന് അസ്തമിച്ച് പോവും, സെറ്റ് ചെയ്യും. അത് ഏത് ഡയറക്ഷനിലേക്കാണ്? വെസ്റ്റിലേക്കാണ്. സോ ഇവിടെ
ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൂര്യൻ ഉദിക്കുന്നത്, സൺ റൈസസ് ഏത് ഡയറക്ഷനിലാണ്? ഈസ്റ്റ് ഡയറക്ഷനിലാണ്. സൂര്യൻ അസ്തമിക്കുന്നത്, സെറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ്, നമ്മുടെ സൂര്യന് റൈസ് ചെയ്യുന്നത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്, സൂര്യന് സെറ്റ് ചെയ്യുന്നത്, അസ്തമിക്കുന്നത് വെസ്റ്റ് സൈഡിലാണ്. ഇനി ഈസ്റ്റിന്റെയും വെസ്റ്റിന്റെയും നടുവിൽ മുകളിലുള്ളതാണ് നോർത്ത്, താഴെ വരുന്നതാണ് സൗത്ത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ആർ ദി മെത്തേഡ്സ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ? നമ്മൾ ഡയറക്ഷൻസ്, ദിശകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇവിടെ ആദ്യത്തെ പോയിന്റ് നോക്കിക്കേ, ഒബ്സർവിങ് ദി പൊസിഷൻ ഓഫ് ദി സൺ. സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ട്, നമുക്കറിയാം സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്, ആ ഡയറക്ഷൻ ഏതാണെന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചു അല്ലേ. സൂര്യന് റൈസ് ചെയ്യുന്ന ഡയറക്ഷന് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് വെസ്റ്റ് ആണ്. ഈസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും മുകളിലുള്ളത് നോർത്താണ്, താഴെ വരുന്നത് സൗത്ത് ആണ്. ഇപ്പോൾ നമുക്ക് സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ച് ദിശകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഒബ്സർവിങ് ഷാഡോസ്, നിഴലുകൾ നോക്കിയിട്ട്. മൂന്നാമത്തേത് ഒബ്സർവിങ് സർട്ടൈൻ സ്റ്റാർസ്, ചില പ്രത്യേകതയുള്ള സ്റ്റാർസ്, നക്ഷത്രങ്ങൾ നോക്കിയിട്ട്. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് ആഡ് ചെയ്യാം, യൂസിങ് മൂൺ, ചന്ദ്രനെ നോക്കിയിട്ട്. പിന്നെ യൂസിങ് എ കോമ്പസ് ഉപയോഗിച്ചിട്ട്, കോമ്പസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അടുത്തത് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഡയറക്ഷൻസ് മനസ്സിലാവാനുള്ള മെത്തേഡ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം പോയിൻറ്റ്സ്. എളുപ്പത്തിൽ പോയിൻറ്റ്സ് തലയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാം. 3 കാര്യങ്ങളും ആകാശത്തുള്ളതാണ്. സൂര്യനെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം, ചന്ദ്രനെ നോക്കിയിട്ട്, മൂണിനെ നോക്കിയിട്ട് മനസ്സിലാക്കാം, സ്റ്റാർസ് നക്ഷത്രങ്ങളെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ ഈ 3 പോയിന്റും ഒരുമിച്ച് പഠിക്കുക. പിന്നെ നിഴൽ, ഷാഡോസ്, നമ്മുടെ ഷാഡോസ് നോക്കിയിട്ട് മനസ്സിലാക്കാം. അടുത്തത് കോമ്പസ് ആണ്, കോമ്പസ് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാം. Let us see how Ahana finds the directions based on the position of the rising sun. ഇവിടെ അഹാന എങ്ങനെയാണ് സൂര്യൻ്റെ പൊസിഷൻ, സൂര്യൻ്റെ സ്ഥാനം, ഉദിക്കുന്ന, റൈസിംഗ് എന്ന് പറഞ്ഞാൽ ഉദിക്കുന്നതിൻ്റെ സ്ഥാനം അനുസരിച്ച് എങ്ങനെയാണ് അവൾ ഡയറക്ഷൻസ് കണ്ടുപിടിച്ചതെന്ന് നോക്കാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. നോക്കിക്കേ, ഇവിടെ സൂര്യന് ഉദിച്ച് വരുന്നുണ്ട്. സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ നേരെ നോക്കിയിട്ടാണ് ആര് നിൽക്കുന്നത്? സൂര്യനെ ഫേസ് ചെയ്തിട്ടാണ് നമ്മുടെ അഹാന നിൽക്കുന്നത്. സോ ഇവിടെ ചോദിക്കുകയാണ്, ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദി സൺ അപ്പിയർ ടു റൈസ്? സൂര്യന് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്? സിമ്പിളായിട്ട് നിങ്ങൾ വേഗം പറയില്ലേ, സൂര്യന് റൈസ് ചെയ്യുന്ന ഡയറക്ഷന് ഈസ്റ്റ് ആണ്. സോ നിങ്ങൾ അവിടെ ഈസ്റ്റ് എന്ന് എഴുതി കൊടുക്കുക. ടു വിച്ച് ഡയറക്ഷൻ ഈസ് അഹാന ഫേസിങ്? അഹാന നോക്കുന്നത് ഏത് ഡയറക്ഷനിലേക്കാണ്? അവൾ സൂര്യനെ നോക്കിയിട്ടല്ലേ നിൽക്കുന്നത്. സോ അത് ഏത് ഡയറക്ഷനാണ് സൂര്യനുള്ളത്? ഈസ്റ്റ്. സോ ഇതിൻ്റെ ആൻസറും ഈസ്റ്റ് ആണ്. വിച്ച് ഡയറക്ഷൻ ഈസ് ബിഹൈൻഡ് അഹാന? അഹാനയുടെ ബേക്കിൽ, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ബേക്കിൽ, ഏതാണ് ഡയറക്ഷൻ വരുന്നത്? ഈസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാണ്? വെസ്റ്റ് ആണ് മക്കളെ വരിക. സോ അഹാനൻ്റെ ബേക്കിൽ വെസ്റ്റ് ആണ് വരിക. ചോദിക്കുകയാണ്, വിച്ച് ഡയറക്ഷൻ ഈസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് അഹാന? അഹാനയുടെ ലെഫ്റ്റ് സൈഡ്, അതായത് അവൾ കൈ ഉയർത്തിയിട്ടുള്ള സൈഡ് ഏത് ഡയറക്ഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരാൾ സൂര്യനെ നോക്കിയിട്ട് ഫേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, അതായത് ഈസ്റ്റിലേക്ക് തിരിഞ്ഞ് നിൽക്കുമ്പോൾ അവരുടെ ലെഫ്റ്റ് സൈഡ് നോർത്താണ് വരിക, റൈറ്റ് സൈഡ് സൗത്ത് ആണ് വരിക. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലെഫ്റ്റ് ആണ്. ഏതാണ് വരിക? ലെഫ്റ്റ് സൈഡ് നോർത്ത് ആണ്. ഇനി താഴെ ചോദിക്കുകയാണ് റൈറ്റ് സൈഡ് ഏതാണെന്ന്. സിമ്പിൾ അല്ലേ? സൗത്ത് ഡയറക്ഷൻ ആണ്. സൂര്യൻ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡയറക്ഷൻസ് കാണുക? ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ട്. ഈ പിക്ചറിൽ കാണുന്നതാണ് മക്കളെ കോമ്പസ് എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിലത്തെ ഭാഗത്തെ ഡയറക്ഷൻസ് ഏതാണ്? സൂചി കാണിക്കുന്നത് നോർത്ത് ഡയറക്ഷൻ ആണ്. കോമ്പസിൽ 4 നീഡുകളാണ്, നീഡിൽസുകളാണ് ഉണ്ടാവുക. അതിൽ മുകളിലത്തെ നീഡിൽസ് സൂചിപ്പിക്കുന്നത് നോർത്ത് ഡയറക്ഷൻ ആണ്. പിന്നെ റൈറ്റ് സൈഡ് ഈസ്റ്റ് ആണ്, താഴത്ത് സൗത്ത് ആണ്, ലെഫ്റ്റിൽ വെസ്റ്റ് ആണ്. അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് മാഗ്നറ്റിക് കോമ്പസ്? അപ്പോൾ നിങ്ങൾ എഴുതണം, അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്തിനുപയോഗിക്കുന്നേ? ഡയറക്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മാഗ്നറ്റിക് കോമ്പസ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഡയറക്ഷൻ.
നമ്മുടെ ഈ കോമ്പസിൻ്റെ ഏറ്റവും സെൻറ്ററിൽ നടുവിലായിട്ട് എന്തുണ്ട്, ഒരു കാന്തത്തിൻ്റെ നീഡിലുണ്ട്, മാഗ്നറ്റിക് നീഡിലുണ്ട്. ദിസ് നീഡിൽ ഓൾവേസ് പോയിൻറ്റ്സ് ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഈ ഒരു നീഡിൽ എപ്പോഴും എന്താണ് കാണിക്കുന്നത്, നോർത്തിൻ്റെയും സൗത്തിൻ്റെയും ഡയറക്ഷനാണ്. ഇവിടെ റെഡിലും ബ്ലാക്കിലും ഇല്ലേ പിക്ചറിൽ കാണിക്കുന്നില്ലേ, ഇതാണ് ഒരു കോമ്പസിൽ എപ്പോഴും കാണിക്കുന്നത്. ദ സ്പെസിഫിക്കലി മാർക്ക്ഡ് ടിപ്പ് ഓഫ് ദി നീഡിൽ ഇൻഡിക്കേറ്റ്സ് ദി നോർത്ത് ഡയറക്ഷൻ. ഈ മുകളിലത്തെ ഭാഗം എന്താണ്, നോർത്ത് ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നത്. കോമ്പസിൽ നോർത്തും സൗത്തും മാർക്ക് ചെയ്തിട്ട് ഈസ്റ്റ് എവിടെ വെസ്റ്റ് എവിടെ എന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കറിയാം, റൈറ്റ് സൈഡിലാണ് ഈസ്റ്റ് വരിക, ലെഫ്റ്റ് സൈഡിലാണ് വെസ്റ്റ് ഡയറക്ഷൻ വരിക. ഷാൾ വി ഹെൽപ്പ് റാഹൻ ടു ഫൈൻഡ് ദി ഡയറക്ഷൻസ് യൂസിങ് എ കോമ്പസ്? ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ട് റാഹനെ ദിശകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചാലോ? ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദി ഡയറക്ഷൻ ടുവാർഡ്സ് വിച്ച് റഹാൻ ഈസ് ഫേസിങ്. റഹാനെ എവിടേക്ക് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. When we observe the needle in the compass which Rahan holds, it can be seen that he is facing the south. നമ്മൾ കോമ്പസിൽ നോക്കിയിട്ട് എന്താണ് മനസ്സിലാക്കുന്നത്, റാഹന് കോമ്പസ് പിടിച്ചപ്പോൾ റാഹൻ ഫേസ് ചെയ്യുന്ന ഡയറക്ഷന് കാണിക്കുന്നത് സൗത്തിലേക്കാണ്. വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഓൺ ദി ലെഫ്റ്റ് സൈഡ്? അങ്ങനെയാണെങ്കിൽ അവന് നിൽക്കുന്നത് സൗത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് എവിടെയായിരിക്കും? ഇവിടെ റാഹന് സൗത്തിലേക്ക് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ലെഫ്റ്റ് സൈഡ് ഈസ്റ്റിലാണ് വരിക. അതിലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇതുപോലെ ഒരു കുട്ടി സൗത്തിലേക്ക് തിരിഞ്ഞ് നിൽക്കുമ്പോൾ അവിടെ റൈറ്റ് ഏതാണ്, ലെഫ്റ്റ് ഏത് ഡയറക്ഷനാണ് വരുന്നതെന്ന് ചോദിക്കാം. ഇനി നോർത്തിലേക്കാണ് തിരിഞ്ഞ് നിൽക്കുന്നത്, അപ്പോൾ ലെഫ്റ്റ് ഏതാണ്, സൗത്ത് ഏതാണെന്ന് ചോദിക്കാം. ഇനി നിങ്ങളടുത്ത് പറയുകയാണ് അവൾ സണ്ണ് റൈസ് ചെയ്യുന്നത് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാം. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിന് നിർബന്ധമായിട്ടും പ്രതീക്ഷിക്കുക. നിങ്ങൾ ഇതിൻ്റെ ഉത്തരം എഴുതാനും പഠിക്കുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറുതായിട്ടൊരു പ്ലസ് വരയ്ക്കുക. ഇതേപോലെ പ്ലസ് വരച്ചിട്ട് നമുക്കറിയാം മുകളിലത്തെ ഭാഗം നോർത്താണ്, താഴത്തെ ഭാഗം സൗത്താണ്. അങ്ങനെ നോർത്തിൻ്റെയും സൗത്തിൻ്റെയും സൈഡിൽ ഈസ്റ്റ് കൊടുക്കുക, പിന്നെ സൈഡിൽ വെസ്റ്റ് എന്ന് കൊടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ സൗത്തിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷൻസ് ലെഫ്റ്റിൽ ഏത് ഡയറക്ഷനാണ്, വെസ്റ്റ് ഏത് ഡയറക്ഷൻസ് ആണെന്നൊക്കെ പറയാൻ നിങ്ങൾക്കൊരു ഈസി ആയിട്ട് കിട്ടും. എക്സാമിന് ചോദിക്കുകയാണ്, നോർത്തിലേക്ക് ഒരു കുട്ടി തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഡയറക്ഷൻസ് വരിക എന്ന്, ലെഫ്റ്റും റൈറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ പ്ലസ് വരച്ച് ഡയറക്ഷൻസ് കൊടുത്തിട്ട് ഒരു കുട്ടീനെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരയ്ക്കുക. അവൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണല്ലേ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇതാണ് വരിക. ലെഫ്റ്റ് ഏതാണ്, വെസ്റ്റ് ആണെന്ന് വേഗം കിട്ടി. റൈറ്റ് ഏതാണ്, ഈസ്റ്റ് ആണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ താഴെ സൗത്താണ്, മുകളിൽ നോർത്താണ്. ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഡയറക്ഷൻസ് തെറ്റിപ്പോവാതെ കിട്ടാൻ സാധിക്കും. സോ ഇത്രയും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ബാലൻസ് വീഡിയോ, ചാപ്റ്ററിൻ്റെ ബാലൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ താങ്ക് യു ഫ്രണ്ട്സ്.